ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ തന്റെ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച് ഇഷ്ടമായി നമ്മെ പോറ്റുന്ന, ദുഷ്ടന്റെ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാത്ത സർവവല്ലഭനായ പിതാവായ ദൈവത്തെ ഞാൻ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് തന്നെ തന്നെ പരിഹാരമായി ക്രൂശിൽ അർപ്പിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ബഹുമാന്യ ദൈവദാസന്മാർക്കും വാത്സല്യ ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. നാളിതുവരെ ദൈവത്തിന് നമ്മോട് മനസ്സലിവ് തോന്നി നമ്മെ അനുഗ്രഹ സമൃദ്ധിയോടെ നടത്തി. നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അവിടെ ഇവിടങ്ങളിൽ സൂക്ഷിച്ചു, യാത്രകളിൽ പരിപാലിച്ചു. കുടുംബജീവിതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അതിലുപരി കർത്താവിങ്കലുള്ള വിശ്വാസത്തിലും ഭക്തിയിലും യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച നിത്യജീവനിലും നിലനിൽക്കുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. സ്തോത്രം. നെഹമ്യാവും കൂട്ടരും പണി ചെയ്തതുപോലെ പൗലോസ്ലീഹ തിമോഥിയോസിനുള്ള ആദ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെയും ഒരു കൈ കൊണ്ട് നിത്യജീവനെ മുറുകെ പിടിക്കുകയും മറുകൈ കൊണ്ട് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുകയും ചെയ്യുവാൻ ഇതുവരെ ദൈവം നമ്മെ സഹായിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം. ഞാൻ ആവർത്തിക്കുന്നു, 1 തിമോഥെയോസ് 6-ന്റെ 12 വാക്യത്തിൽ പൗലോസ്ലീഹ തിമോഥെയോസിനെ പ്രബോധിപ്പിച്ചെഴുതുന്നുണ്ട്, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. അതിനെയാണ് ഞാൻ നെഹമ്യാവിന്റെ പണിയോട് ഉപമിച്ചു പറഞ്ഞത്. നെഹമ്യാവ് പറയുന്നുണ്ടല്ലോ, അവര് കുളിക്കുന്ന സമയത്ത് പോലും ആയുധം ധരിച്ചിരുന്നു. പണിയുന്നവർ ഒരു കൈയിൽ പണിയായുധവും മറുകൈയിൽ ശത്രുക്കളെ നേരിടാനുള്ള ആയുധവും പിടിച്ചിരുന്നു. അതുപോലെ ഒരു കൈയിൽ അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ദൈവം നമുക്ക് നൽകിയ നിത്യജീവനെ മുറുകെ പിടിക്കുകയും മറുകൈ കൊണ്ട് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുകയും ചെയ്യുവാൻ ദൈവം വീണ്ടും നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം തിരുവെഴുത്തുകളിലേക്ക് തിരിയുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഇന്നലെ മുതൽ നമ്മൾ പ്രത്യേകാൽ മനനം ചെയ്യുവാൻ ആരംഭിച്ചു. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ വായിച്ചുകൊണ്ട് തുടരാം. സകലത്തിനും ലാക്കം സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകന കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. നമ്മൾ ഇന്നലെ ആ വാക്യത്തിൽ അതിനെ അപഗ്രഥിച്ചപ്പോൾ കണ്ടത് 2 വ്യക്തികളെയും ഒരു സമൂഹത്തെയും ആ വാക്യം പരിചയപ്പെടുത്തുന്നു എന്നാണ്. 2 വ്യക്തികൾ, പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും. ഒരു സമൂഹം, ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്ന തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന വിശുദ്ധ സംഘം. പിതാവായ ദൈവത്തെ ഈ 10-ാം വാക്യം പരിചയപ്പെടുത്തി സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനും എന്ന്.
യേശുക്രിസ്തുവിനെ ഈ വാക്യം പരിചയപ്പെടുത്തുന്നു. തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന ദൈവപുത്രന്മാരുടെ ബാക്കി പറയാമോ? ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, രക്ഷാനായകൻ. സ്തോത്രം. യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷമായ പേരാണ് ഇവിടെ ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, രക്ഷാനായകൻ. ദൈവമക്കൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന പേരാണ് ദൈവപുത്രന്മാർ. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. നോ ജെൻഡർ ഡിഫറൻസ്. ഓൾ ആർ ടുഗെദർ കോൾഡ് സൺസ് ഓഫ് ഗാഡ്, ദൈവപുത്രന്മാർ. അല്ലെങ്കിൽ ദൈവമക്കൾക്ക് രണ്ടാമതുള്ള ഒരു പേരാണ് ദോസ് ഹു ബീയിങ് ലെഡ് ടു ദി ഗ്ലോറി, തേജസ്സിലേക്ക് നടത്തപ്പെടുന്നവർ. തേജസ്സിലേക്ക് നടത്തപ്പെടുന്നവർ. സ്തോത്രം. പിന്നീട് നമ്മൾ ഇന്നലെ കണ്ടത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ പിതാവായ ദൈവം തൻ്റെ പുത്രന്മാർക്കായി, തൻ്റെ മക്കൾക്കായി, തൻ്റെ വിശുദ്ധന്മാർക്കായി രണ്ട് പ്രധാനപ്പെട്ട കരുതലുകൾ നടത്തിയിരിക്കുന്നു എന്നാണ്. നമ്മളതിനു വേണ്ടി 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലേക്കും കൂടെ പോയിരുന്നു. 6 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അതേ സംബന്ധിച്ച് വിശകലനം ചെയ്തു. അവിടെ നിന്നും നമ്മൾ കണ്ട 2 കരുതലുകൾ, 2 പ്രൊവിഷൻസ്. ഒന്ന്, എന്തായിരുന്നു? 2 ഓർമ്മയുണ്ടോ? ലോക സൃഷ്ടിക്ക് മുന്നമേ നമുക്ക് വേണ്ടി കരുതി വെച്ച തേജസ്. ഒന്ന്, നമുക്ക് വേണ്ടിയുള്ള തേജസ്സിന്റെ കരുതൽ. മറ്റൊന്ന്, മറിഞ്ഞിരുന്ന ദൈവത്തിന്റെ ജ്ഞാനമായ കർത്താവായ ക്രിസ്തു. സ്തോത്രം. ഈ 2 കരുതലുകൾ ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം നമുക്കായിട്ട് കരുതി. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. ചില ഭാഗത്ത് ലോക സൃഷ്ടിക്ക് മുമ്പെന്നും ചിലയിടത്ത് ലോക സ്ഥാപനത്തിന് മുമ്പെന്നും ചിലയിടത്ത് സകല കാലത്തിനും മുമ്പെന്നും ഒക്കെ പ്രയോഗങ്ങളുണ്ട്. എല്ലാം ഒരേ വിഷയത്തെ, ഒരേ സമയത്തെയാണ് കുറിക്കുന്നത്. കാലം അഥവാ സമയം തുടങ്ങുന്നതിന് മുൻപുള്ള ആ കാലഘട്ടം. നമുക്ക് സമയമെന്നും കാലമെന്നും ഒക്കെ അതിനെ വിളിക്കാൻ പറ്റൂ. പക്ഷെ അതൊന്നും സമയത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. സമയാതീതമായ സമയമെന്നതിനെ നമുക്ക് വിളിക്കാം. ടൈംലെസ് ടൈം, ടൈംലെസ് ടൈം, ടൈം ബിയോണ്ട് ടൈം. പക്ഷെ നമുക്ക് മാനുഷികമായ വാക്കുകളിൽ സമയം എന്നതിനകത്ത് ഉൾപ്പെട്ടു പോകും. അത് നമ്മുടെ പരിമിതിയാണ്, സമയത്തിൻ്റെയും പരിമിതിയാണ്. അപ്പോൾ ദൈവം ഈ കരുതലുകളൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയത് ഈ കാലത്തിനകത്തല്ല, ആദിക്ക് ശേഷമല്ല, ആദിക്കും മുമ്പേ.
സ്തോത്രം. ആദിയുഗങ്ങൾ തുടസ്സമായതിനു മുമ്പേ എന്ന് മഹാകവി പാടിയതുപോലെ, അപ്പോൾ കാലത്തിനു മുമ്പേ നമുക്കായി ദൈവം, പിതാവായ ദൈവം കരുതി. സ്തോത്രം. രണ്ട് പ്രധാനപ്പെട്ട കരുതലുകൾ നമ്മൾ ഇന്നലെ പഠിച്ചത്. ഒന്ന്, മറഞ്ഞിരുന്ന ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തു. ആ ക്രിസ്തുവിനെ എബ്രായലേഖനം 2:10 വിളിച്ചിരിക്കുന്നത് രക്ഷാനായകൻ എന്നാണ്. രക്ഷാനായകൻ. എന്നാൽ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 2:8 ആ ക്രിസ്തുവിനെ, ആ മറഞ്ഞിരുന്ന ദൈവജ്ഞാനമായ, അല്ലെങ്കിൽ മറഞ്ഞിരുന്ന മർമ്മമായ ദൈവജ്ഞാനം, ക്രിസ്തുവിനെ വിളിക്കുന്നത് എന്ത് പേരിട്ടാണ്? തേജസ്സിന്റെ കർത്താവ്. തേജസ്സിന്റെ കർത്താവ്. സ്തോത്രം. The Lord of Glory. തേജസ്സിന്റെ കർത്താവ്. എബ്രായലേഖനം 2:10 രക്ഷാനായകൻ. 1 കൊരിന്ത്യർ 2:8 തേജസ്സിന്റെ കർത്താവ്. എബ്രായർ 2:10 സാധൂകരിക്കുന്ന പ്രയോഗമാണ് 1 കൊരിന്ത്യർ 2:8 പറഞ്ഞിരിക്കുന്നത്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ആ യേശുവിനെ പൗലോസ് വിളിക്കുന്നു തേജസ്സിന്റെ കർത്താവ്. സ്തോത്രം. ആ പ്രയോഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരും. അതുകൊണ്ട് ആ ഭാഗം ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ദൈവം നമുക്കായി കരുതിയത്, ഒന്ന്, തേജസ്സിന്റെ കർത്താവായ യേശുവിനെ, അല്ലെങ്കിൽ മറഞ്ഞിരുന്ന ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ. Jesus can be therefore understood the hidden wisdom of God. The hidden wisdom of God was not something intellectual, something material, something psychological, but it was a person. Rather, the second personality within the Holy Trinity. പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആളത്വമായ നമ്മുടെ കർത്താവായ യേശുവാണ് മറഞ്ഞിരുന്ന ദൈവ ജ്ഞാനമെന്ന് വിളിക്കപ്പെടുന്ന തേജസ്സിന്റെ കർത്താവ്. 2, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നതാണ് ഒരു നിത്യമായ തേജസ്. ആ തേജസ് നമുക്ക് ലഭിക്കുമായിരുന്നത് തേജസ്സിന്റെ കർത്താവ് ക്രൂശുമരണം വരിക്കുന്നതിലൂടെ ആയിരുന്നു. ആ 2 കരുതലുകളിൽ ഒന്ന് ദൈവം ചരിത്രത്തിൽ വെളിപ്പെടുത്തി. സ്തോത്രം. ഇന്ന് അതൊരു വെളിപ്പാടാണ് നമുക്ക്. ഇന്നൊരു മർമ്മമല്ല. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ ജന്മവും ജീവിതവും ക്രൂശു മരണവും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയും എല്ലാം ഇന്ന്
ദൈവം ചരിത്രത്തിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ അത് മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നു. സ്തോത്രം. ഇനിയും നമുക്കൊരു കരുതലുണ്ട്, നമുക്കായിട്ടൊരു കരുതലുണ്ട്. അതാണ് തേജസ്സിന്റെ കരുതൽ. അതേപ്പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ആദാമിന് നഷ്ടപ്പെട്ടതിൻ ആ തേജസ് അല്ലെന്നും കർത്താവായ യേശുക്രിസ്തുവിന് ലഭിച്ച അതേ തേജസ്സാണ് നാം പ്രാപിപ്പാൻ പോകുന്നതെന്നും നാം പല വാക്യങ്ങളുടെ തെളിവുകൾ നിരത്തി പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. യേശുവെ പോലെ നമുക്കായിത്തീരാൻ കഴിയും എന്ന വേദപുസ്തകത്തിലെ അനതി സാധാരണമായ സാധ്യത. സ്തോത്രം. നമുക്ക് യേശുക്രിസ്തുവിലൂടെയുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് നമുക്ക് തേജസ്കരിക്കപ്പെട്ട യേശുവിനെ പോലെ ആകുവാൻ കഴിയും എന്നുള്ളത്. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ ഉള്ള തേജസ്സിന്റെ പ്രത്യേകതകൾ, ആ തേജസ്സിന്റെ ശരീരത്തിന്റെ പ്രത്യേകതകൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവയിലേക്ക് മടങ്ങിപ്പോകുന്നില്ല. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒന്നുമില്ല എന്ന് കരുതട്ടെ. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് 10-ാം വാക്യത്തിലെ മറ്റ് ചില പ്രയോഗങ്ങൾ കൂടെയാണ്. സ്തോത്രം. 10-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുമോ? For it became him for whom are all things, and by whom are all things, in bringing many sons unto glory, to make the captain of their salvation perfect through suffering. Praise God. മലയാളത്തിൽ ഇല്ലാത്ത ഒരു ചെറിയ പദം ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നു. For it was fitting. സ്തോത്രം. For it was fitting for him, for whom are all things, and through whom are all things. For എന്ന ആ പദം നമുക്ക് മലയാളത്തിൽ പറയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ ഇതുപോലെ എടുത്തു പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ധാരണ, അല്ലേ? മലയാളത്തിൽ തുടക്കം എങ്ങനെയാ? സകലത്തിനും ലാക്കും സകലത്തിനും സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ എന്ന് അങ്ങ് പറഞ്ഞു പോകുക. അർത്ഥം നമുക്ക് കുറച്ചുകൂടെ ഇംഗ്ലീഷിലെ ആ ഫോർ എന്ന കൺജക്ഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫോർ, എ ടേം ഓഫ് എക്സ്പ്ലനേഷൻ. ഗർ, ഗ്രീക്കിൽ GAR, ഗർ എന്ന് നമ്മൾ കാണുന്നു. ഫോർ. ആ ഫോർ എന്ന ഇംഗ്ലീഷിലെ ആ പദം നമ്മോട് വ്യക്തമാക്കുന്നത്
the reason why God found it fitting, suitable to let the Son of God through perfect suffering. Got it? The reason why God allowed Jesus to suffer, to make him perfect through suffering. ഇംഗ്ലീഷിൽ അവിടെ ഫോർ എന്ന ഒരു പദം കൊടുത്തിട്ടുള്ളത് ഈ 10ാമത്തെ വാക്യത്തെ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ എന്ന ഒരർത്ഥം നമുക്ക് അവിടെ എടുക്കാം. എന്തുകൊണ്ടെന്നാൽ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ പിതാവായ ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് തോന്നി. ആ ഫോർ എന്ന പദം വിശദമാക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ആവശ്യമെന്തായിരുന്നു, പ്രസക്തി എന്തായിരുന്നു. സ്തോത്രം. അതാണ് നാം അവിടെ കാണുന്നത്. It was fitting. It was fitting. സ്തോത്രം. 7:26 വാക്യം, 7:26. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നു. സ്തോത്രം. ഇംഗ്ലീഷും കൂടെ ആ വാക്യം ഒന്ന് വായിക്കാമോ? For such an high priest became us, who is holy, harmless, undefiled, separate from sinners, and made higher than the heavens. സ്തോത്രം. Here also we see a fitting high priest. A fitting high priest. യേശുക്രിസ്തു കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി എന്ന് നമ്മൾ വായിക്കുന്നു. കഷ്ടാനുഭവങ്ങളാൽ യേശുവിനെ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന് യുക്തമായിരുന്നു. It was fitting for God the Father to perfect Jesus Christ through his suffering. And through those suffering, Jesus became a fitting high priest who can help us out any time of need and any time of help. ഇങ്ങനെ പിതാവായ ദൈവത്താൽ കഷ്ടാനുഭവങ്ങളിലൂടെ തികഞ്ഞവനായി തീർന്ന യേശുക്രിസ്തു തന്നോട് അടുക്കുന്ന, അല്ലെങ്കിൽ താൻ മുഖാന്തരം പിതാവിനോട് അടുക്കുന്ന, തനിക്കുള്ളവരെ സഹായിപ്പാൻ കഴിയുന്ന ഒരു യോഗ്യനായ മഹാപുരോഹിതനായി തീർന്നു. എ ഫിറ്റിംഗ് ഹൈ പ്രീസ്റ്റ്, യോഗ്യനായ മഹാപുരോഹിതൻ. സ്തോത്രം. അപ്പോൾ ഇവിടെ ആ ഫോർ എന്ന പദത്തെയാണ്
നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. ഇവിടെ ഈ 10-ാമത്തെ വാക്യത്തിൽ ലേഖകൻ നമ്മോട് പറയുന്നത്, സ്തോത്രം, നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കഷ്ടമനുഭവിക്കുന്ന മശിഹയാണ്. എ സഫറിംഗ് മസായ, നോട്ട് എ റെയിനിങ് മെസായ. കഷ്ടമനുഭവിക്കുന്ന മശിഹ. ഇവിടെ അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു, പിതാവായ ദൈവത്തിന് യുക്തമായിരുന്നു. എന്ത് യുക്തമായിരുന്നു? യേശു ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത്. മുറിച്ച് നമ്മൾ പഠിക്കുക. യുക്തം എന്ന് പറഞ്ഞാൽ അർത്ഥമറിയാമല്ലോ. It was suitable. It was fitting. It was perfectly okay. It was perfectly acceptable. Approvable, attestable for the Father. Stotram. Yeah. Perfectly adapted. ഇപ്പൊ യുക്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൃത്യമായി ദൈവത്തിന് തോന്നി. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയി ദൈവത്തിന് തോന്നി. ഏറ്റവും ശരിയായി ദൈവത്തിന് തോന്നി. ഇതിനേക്കാൾ വേറെ ഒരു ശരി ദൈവത്തിന് തോന്നിയില്ല. നമ്മൾ പണ്ടൊരിക്കൽ പഠിച്ചതായിരുന്നു, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിൻ്റെ മനസ്സിനെ മാറ്റാൻ കഴിയുമോ എന്ന്. കഴിയില്ല എന്ന് തന്നെ നമ്മൾ പഠിക്കുകയും ചെയ്തു. എന്നാൽ വേദപുസ്തകത്തിൽ തന്നെ ചിലരുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ചില പദ്ധതികളെ ദൈവത്തെ കൊണ്ട് തന്നെ മാറ്റിവെപ്പിച്ചത് എന്തുകൊണ്ടാണെന്നും നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ആ ഭാഗങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ കഴിയില്ല എന്ന് നമ്മൾ അന്ന് പഠിച്ചതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, ദൈവം ചെയ്യുന്നതെല്ലാം യുക്തമായതാണ്. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ദൈവത്തിന് യുക്തമെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ചിലരൊക്കെ ചില ഉത്തരങ്ങൾ ചാറ്റ് ബോക്സിലിട്ടു. എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്? ഏറ്റവും ശരിയായ ഉത്തരം തരാൻ എനിക്ക് പരിമിതികളുണ്ട്. ഞാനത് അനുഭവിക്കുന്നു. അപ്പോൾ എനിക്ക് അറിയാവുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ഉത്തരം നിങ്ങളിൽ നിന്നും കിട്ടുമോ എന്നറിയാനായിട്ടും കൂടെയാ ഞാൻ ആ ചോദ്യം ചോദിച്ചത്. എന്നാൽ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ
നിങ്ങൾക്കാർക്കും അറിയത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയോ ഇനി അഥവാ ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഞാൻ സ്വീകരിക്കുകയോ ചെയ്യില്ല. നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ സ്വീകരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ അത്രയും പോരായിരുന്നു എന്നാണ്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മേൽ നമ്മൾ സമ്മർദ്ദതന്ത്രം ചെലുത്തുമ്പോൾ, ദൈവം അതിന് വഴങ്ങിയാൽ അതിൻ്റെ അർത്ഥം ഹി വാസ് റോങ്. ഹി വാസ് എന്ന് പറഞ്ഞത് ശരിയല്ല, ഹി വെയർ റോങ്. ഹി വെയർ റോങ്. നമ്മുടെ അഭിപ്രായത്തിന് ദൈവം വശംവദനായാൽ അതിൻ്റെ അർത്ഥം ദൈവത്തെക്കാൾ നല്ല ആലോചനയാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ തീരുമാനമാണ് ദൈവത്തിൻ്റെ തീരുമാനത്തെക്കാൾ നല്ലതെന്ന് ദൈവം സമ്മതിച്ചു തരികയാണ്. അതിന് സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. പ്രത്യേകാൽ ദൈവത്തിൻ്റെ അനാദി നിർണയവുമായുള്ള ബന്ധത്തിൽ. അതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതായതുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ലല്ലോ. താൽക്കാലികമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചിലപ്പോൾ ദൈവം ചിലതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വിട്ടുതന്നു എന്ന് വന്നേക്കാം. പക്ഷേ അതൊന്നും നമുക്ക് നന്മയാകണമെന്ന് ഇല്ല. അത് നമ്മൾ 106 സങ്കീർത്തനത്തിൽ നിന്നും പലപ്പോഴും വായിച്ച് കേട്ടിട്ടുണ്ട്. മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് അവർ അവനെ പരീക്ഷിച്ചു, അവർ മോഹിച്ചു, എന്നിട്ട് അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അതിനുശേഷം എന്താ പറയുന്നേ? എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം. എങ്കിലും അവർ കൊതിച്ചതും മോഹിച്ചതും അപേക്ഷിച്ചതും അവർക്ക് കൊടുത്തു. പക്ഷേ അവരുടെ പ്രാണന് ക്ഷയമയച്ചു. അപ്പൊ ദൈവം അല്പസമയത്തേക്ക് താൽക്കാലികമായ ദൈവത്തിന്റെ പദ്ധതിയെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് മാറ്റി. പക്ഷെ അതവർക്ക് തിന്മയായി, മരണമായി, നാശമായി ഭവിച്ചു. പക്ഷേ ദൈവത്തിന്റെ നിത്യപദ്ധതികൾ, അനാദി നിർണയങ്ങളിൽ ആ മാറ്റം ദൈവം വരുത്തില്ല. സ്തോത്രം. ഇവിടെ എന്താ ദൈവം പദ്ധതിയിട്ടത്? 2 കാര്യങ്ങൾ. എബ്രായർ 2:10. 2 കാര്യങ്ങളാണ് ദൈവം പദ്ധതിയിട്ടത്. 2 അല്ല 3 എന്ന് വെക്കാം. എന്തൊക്കെയാ? 1, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. 2, യേശുക്രിസ്തുവിനെ അവരുടെ നായകനായി നിയമിക്കുക. 3, ആ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുക. ഈ 3 പദ്ധതികളാണ് പിതാവായ ദൈവം എബ്രായർ 2:10 അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയത്. ഈ 3 പദ്ധതികൾക്കും എന്തില്ല? ബദൽ സംവിധാനങ്ങളില്ല.
റദ്ദീകരണങ്ങളില്ല, ക്യാൻസലേഷൻസ് ഇല്ല, ഓൾട്ടറേഷൻസ് മാറ്റങ്ങളില്ല, കാലതാമസമില്ല. സ്തോത്രം. ദൈവത്തിന് യുക്തം എന്ന് തോന്നി. It was fitting for God the Father. സ്തോത്രം. The time was exact. The way of operation was very suitable. The manner of accomplishment was most appropriate. സ്തോത്രം. The person made the captain was exactly the right person. പിതാവായ ദൈവത്തിന് ഇത് യുക്തമെന്ന് തോന്നി എന്ന് പറയുമ്പോൾ അതിന് ദൈവം തിരഞ്ഞെടുത്ത സമയം, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ കൂടന്ന് വരുമോ? കാലസമ്പൂർണതയിൽ. കാലസമ്പൂർണത. സ്തോത്രം. When the fullness of time had come. കാലസമ്പൂർണത, കൃത്യസമയം. ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്ത കാലഘട്ടം, politically the perfect time, culturally the perfect time, religiously മതപരമായി, രാഷ്ട്രീയപരമായി, സാംസ്കാരികമായി എല്ലാം കൃത്യമായ സമയം, പൂർണ്ണ സമയം, കാലസമ്പൂർണത. സ്തോത്രം. ദൈവം പദ്ധതിയിട്ടതുപോലെ നമ്മുടെ രക്ഷാനായകന് മരണം വിധിക്കത്തക്ക ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ ഭരണസിരാ കേന്ദ്രത്തിൽ അവരോധിച്ച സമയം, പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ നമ്മുടെ രക്ഷാനായകൻ കൊല്ലപ്പെടുവാൻ തക്കയോഗ്യമായ നിയമങ്ങൾ നിലവിലുള്ള ഒരു സമയം. സ്തോത്രം. അതിനുശേഷം ആ രക്ഷാസന്ദേശം ലോകം മുഴുവനും വ്യാപിപ്പിക്കുവാൻ തക്ക സാംസ്കാരികവും രാഷ്ട്രീയവും മതപരവുമായ ഏറ്റവും പറ്റിയ സമയം. ഇതൊന്നും കൂടുതൽ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാവുന്നതാണ്. അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലുള്ള ഗ്രീക്ക് സംസ്കാരം ലോകം മുഴുവനും കീഴടക്കി. അലക്സാണ്ടർ മരിച്ചു 10 കൊല്ലത്തിനകം. പിന്നെ തൻ്റേതുപോലെ ഉള്ള ഒരു ഗ്രീക്ക് സാമ്രാജ്യം നിലനിന്നിരുന്നില്ല. അത് 4ആയിട്ട് വിഭജിക്കപ്പെട്ടു. പക്ഷേ രാഷ്ട്രീയമായി മാത്രമേ ഗ്രീസിന് അധപ്പതനം സംഭവിച്ചുള്ളൂ. സാംസ്കാരികമായി അത് പടർന്നുകൊണ്ടേയിരുന്നു. റോമക്കാരുടെ
രാഷ്ട്രീയ രംഗപ്രവേശം, സുവിശേഷവുമായി പൗലോസിനെ പോലെയുള്ളവർക്ക് ലോകം മുഴുവൻ യാത്ര ചെയ്യുവാൻ സഹായകമാം വിധത്തിൽ കടൽ കൊള്ളക്കാരെ മാറ്റി കടൽ മാർഗമുള്ള യാത്ര സുഗമമായി റോമൻ പട്ടാളത്താൽ നിയമങ്ങളാലും സ്ഥിരപ്പെടുത്തിയ ഒരു കാലം. ബൈ റോഡ് മാർഗം സുവിശേഷവുമായി ലോകം മുഴുവനും സഞ്ചരിക്കത്തക്കതുപോലെ റോഡിന്റെ വികസന കാലം. അതുകൊണ്ടാണ് ആ കാലത്തെക്കുറിച്ച് പറയുന്നത് ഓൾ റോഡ്സ് ലീഡ് ടു റോം. ഇങ്ങനെയൊക്കെയുള്ള ഒരു പെർഫെക്റ്റ് ടൈം, ഫുൾനെസ് ഓഫ് ടൈം, കാലസമ്പൂർണത. സ്തോത്രം. അതുപോലെ സമയത്തിന്റെ സമ്പൂർണത പോലെ തന്നെ, തികവ് പോലെ തന്നെ, സ്തോത്രം, പിതാവായ ദൈവത്തിന് യുക്തമായി, എന്ത് യുക്തമായി, നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രവചനം, ഏറ്റവും മഹത്തായ പ്രവചനവും മശിഹയെക്കുറിച്ചുള്ളതാണെന്ന്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്, യഹൂദ മത നേതാക്കന്മാർക്ക് ക്രിസ്തു വരുമെന്നറിയാമായിരുന്നു. സാധാരണക്കാരായ ഇസ്രായേലിന് പോലും ക്രിസ്തു വരും, മശിഹ വരും എന്നറിയാമായിരുന്നു. യഹൂദന് മാത്രമല്ല, പകുതി യഹൂദനായ മിശ്രിതഗണമായ ശമരിയർക്കു പോലും അറിവുള്ള കാര്യമായിരുന്നു. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് ശമരിയക്കാരുത്തി യേശുവിനോട് പറയുന്നത്, ഞങ്ങൾക്കറിയാം ആര് വരുമെന്ന്, ക്രിസ്തു. അപ്പോൾ അവർക്കും അറിയാമായിരുന്നു. പക്ഷേ അവരെല്ലാവരും കാത്തിരുന്ന മശിഹ എങ്ങനെയുള്ള മശിഹയായിരുന്നു? രാജാവായിട്ട് വരുന്ന ഒരു രാഷ്ട്രീയ മശിഹ. സ്തോത്രം. എ പൊളിറ്റിക്കൽ മെസ്സായ, ഒരു രാഷ്ട്രീയ മശിഹയാണ് അവർ കാത്തിരുന്നത്. A suffering Messiah was a foreign thought in their minds. യഹൂദന്മാരുടെ ചിന്തയിൽ കഷ്ടം അനുഭവിക്കുന്ന മശിഹ ഒരിക്കലും സ്വീകാര്യമായ മശിഹ ആയിരുന്നില്ല. എന്തിനേറെ, യേശു ക്രിസ്തു ആണെന്ന്, യേശു വരുവാനുള്ള മശിഹയാണെന്ന് പിതാവായ ദൈവത്താൽ പ്രത്യേകാൽ വെളിപ്പാട് ലഭിച്ച പത്രോസ്ലീഹ പോലും യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ അംഗീകരിപ്പാൻ തയ്യാറായിരുന്നില്ല. നമുക്കറിയാം, മത്തായി 16-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ. മാത്യു 16:21 and 22. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും
സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തി എഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. തീർന്നോ? യെസ്. 20. അടുത്ത വാക്യം. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് 16 വാക്യത്തിൽ നമുക്കുണ്ട്. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യരെന്നെ ആരെന്ന് പറയുന്നു? പിന്നെ ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? 16 വാക്യത്തിൽ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. യേശു കർത്താവ് അവനോട് പറഞ്ഞു, ബറിയോന ശിമോന്, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, നിന്റെ പഠിപ്പോ, നിന്റെ ബുദ്ധിയോ, നിന്റെ ഗവേഷണ കുതുകതയോ ഒന്നുമല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോഴാണ് യേശു മശിഹയാണ് അഥവാ ക്രിസ്തുവാണ് എന്ന വെളിപ്പാടിനെ ആധാരമാക്കി 21 വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, ഈ ക്രിസ്തു എന്ന ഞാൻ യെരുശലേമിൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും തുടങ്ങിയ യഹൂദ മത നേതാക്കളുടെ കൈകളാൽ പീഡിപ്പിക്കപ്പെടും, ഉപദ്രവിക്കപ്പെടും, ഒടുവിൽ അവർ എന്നെ ക്രൂശിച്ചു കൊല്ലും. പക്ഷേ 16 വാക്യത്തിൽ ക്രിസ്തുവിന്റെ വെളിപ്പാട് ലഭിച്ച പത്രോസ് എന്താ പറഞ്ഞത്? യേശുവിനെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ. അപ്പൊ ഈ യേശു ക്രിസ്തുവാണെന്ന വെളിപ്പാട് ലഭിച്ച പത്രോസിന്റെ അകത്തുപോലും ഇരിക്കുന്ന ചിന്താഗതി ഒരു സഫറിങ് ക്രൈസ്റ്റ് അല്ല, ഒരു സഫറിങ് സെർവന്റ് അല്ല, കഷ്ടമനുഭവിക്കുന്ന, ക്രൂശിക്കപ്പെടുന്ന, മരിക്കുന്ന ഒരു യേശു അല്ല, മശിഹ അല്ല, ക്രിസ്തു അല്ല. സ്തോത്രം. യോഹന്നാൻ സ്നാപകന് പോലും സംഭവിച്ച തെറ്റവിടെയാണല്ലോ. യോഹന്നാൻ സ്നാപകന് പോലും സംഭവിച്ചത് അതുതന്നെയാണ് നാം യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായത്തിലും കാണുന്നത്. സ്തോത്രം. യേശുക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് 8 അധ്യായത്തിൽ. പ്രത്യേകിച്ച് അതിൻ്റെ 32 വാക്യത്തിൽ ക്രിസ്തു താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സ്തോത്രം. 8 അധ്യായത്തിൽ, യോഹന്നാൻ 8 അധ്യായത്തിൽ യേശുക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ 21 മുതൽക്കുള്ള വാക്യങ്ങളിൽ, അല്ല, അതിന്റെ തുടക്കം മുതൽ തന്നെ, വിശേഷിച്ച് അതിൻ്റെ 12 മുതൽ യേശു എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എവിടുത്തുകാരനാണ് എന്നൊക്കെ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഘട്ടം ഘട്ടമായുള്ള വെളിപ്പാടാണ്
അവിടെ നൽകുന്നത്. സ്തോത്രം. 23-ാമത്തെ വാക്യത്തിൽ 8:23 8:23 യേശു പറയുന്നു, അവൻ അവരോട് നിങ്ങൾ കീഴിൽ നിന്ന് ഉള്ളവർ, ഞാൻ മേലിൽ നിന്ന് ഉള്ളവൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു വാക്യമായത്. ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാണ്. സ്തോത്രം. അങ്ങനെ മരിക്കും, നിങ്ങൾ മരിക്കും, എന്നെ അയച്ച പിതാവ് ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ യേശു മശിഹയാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി. പക്ഷേ കുറച്ചു പേര് വിശ്വസിച്ചു. വിശ്വസിച്ച യഹൂദന്മാരോടാണ് 32 മുതൽക്കുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവ് പറഞ്ഞത്. സ്തോത്രം. എന്നാൽ താഴോട്ട് പറയുമ്പോൾ യഹൂദന്മാർ പറയുന്നു, നീ ക്രിസ്തുവാണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ നീ പറയുന്നു നീ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കാണത്തില്ല. പക്ഷേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ക്രിസ്തു വരുമ്പോൾ അവൻ എന്നേക്കും ഇരിക്കേണ്ടവനാകുന്നു എന്നാണ്. യഹൂദന്മാർക്ക് കഷ്ടമനുഭവിക്കുന്ന, മരിക്കുന്ന, അതും ശത്രുവിന്റെ കയ്യിൽ. റോമാ ഗവൺമെന്റ് എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ച് ശത്രുക്കളാണ്. യഹൂദന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഹനിച്ച് അവരെ രാഷ്ട്രീയ അടിമകളാക്കി വെച്ചിരിക്കുന്ന സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. ആ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട് മരിക്കുന്ന ഒരു മശിഹ യഹൂദന് ചിന്തിക്കാൻ ഒക്കാത്ത മശിഹ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 18 മുതൽക്കുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 1 Corinthians 1:23. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതിനുശേഷം യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. പ്രൈസ് ഗോഡ്. നമ്മളെ കുറച്ചു ദിവസം മുമ്പും ഈ വാക്യങ്ങളൊന്ന് അപഗ്രഥിച്ചിരുന്നു, ഓർമ്മ കാണുമല്ലോ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യഹൂദന് ഇടർച്ചയാണ്, ജാതീയ ലോകത്തിന് ഭോഷത്വവുമാണ്. ലോകത്തിലെ ദൈവങ്ങളെയൊക്കെ കണ്ടോ? ഒരു ദൈവമെങ്കിലും ഉണ്ടോ ആരോഗ്യമില്ലാത്ത ദൈവം? ടൈറ്റാൻ എന്നും അറ്റ്ലസ് എന്നും ഒക്കെ വിളിക്കപ്പെടുന്ന ഇന്ത്യക്ക് പുറത്തുള്ള ദൈവങ്ങളാ. അവരൊക്കെ ഭയങ്കര മസിൽമാന്മാരല്ലേ? ലോകത്തെ ഒക്കെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഒറ്റക്കൈയിൽ വഹിക്കുന്ന അതികായന്മാരായ ദൈവങ്ങൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏതെങ്കിലും ദൈവം അടിയേൽക്കുന്ന ദൈവമായിട്ട്, ചീത്ത കേൾക്കുന്ന ദൈവമായിട്ട്, ബലഹീനനായ ദൈവമായിട്ട്, പാപ്പരായ, ഫിനാൻഷ്യലി
സാമ്പത്തികമായ ഒന്നും ഇല്ലാത്ത ദൈവമായിട്ട് ഇല്ല. ഒറ്റ ദൈവത്തെ പോലും കാണാൻ പറ്റില്ല. ലോക്കൽ ദൈവങ്ങളെ പോലും ഭാഷ വിട്ട്, ഡിസ്ട്രിക്ട് വിട്ട് പുറത്ത് പോകാത്ത ലോക്കൽ ദൈവങ്ങളുണ്ട് ലോകത്തിൽ. ആ പ്രാദേശിക ദൈവങ്ങൾ പോലും ആരും ബലഹീനരല്ല. ദൈവസങ്കല്പം ഭയങ്കര ബലവാന്മാരായ ദൈവങ്ങൾ, ആയുധങ്ങളേന്തിയ ദൈവങ്ങൾ, ശത്രുവിന്റെ മാറും തലച്ചോറുമൊക്കെ അടിച്ച് പിളർക്കുന്ന ദൈവങ്ങൾ. എന്നാൽ ഉലകത്തിൽ ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, നിരായുധനായി വസ്ത്രം പോലും ഉടുക്കാൻ ഒക്കാത്തവനായി, വെള്ളം കുടിക്കാൻ പോലും സാധ്യമല്ലാത്തവനായി, അതിദാരുണമായ മരണം വരിച്ചു കാണുന്നത്. വേറെ ഒറ്റ ദൈവങ്ങളില്ല. എന്നാൽ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ നമുക്കറിയാം, അവസാന അധ്യായത്തിൽ ഇതേ വിഷയത്തെപ്പറ്റി പൗലോസ് പറയുന്നു, എന്റെ പ്രശംസ എവിടെയാ? The cross is my boast. മനസ്സിലാവുന്നുണ്ടോ? ക്രൂശിതനായ മശിഹ യഹൂദന ഇടർച്ചയാണ്. സ്തോത്രം. A crucified Christ is a stumbling block for a Jew and very foolishness for the Greeks. But for a believing Christian, Jesus Christ is the very theme of his preaching. Jesus Christ, the crucified Christ, is the center of his faith. And it is that cross on which a true Christian takes his pride. എത്ര മനോഹരം! ഇവിടെ എബ്രായ ലേഖകൻ 2:10 അതേ വിഷയമാണ് പ്രതിപാദിക്കുന്നത്. സ്തോത്രം. അതേ പ്രിയരെ, ഇന്നും നാം ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തും യേശുക്രിസ്തുവിനെ നോക്കിക്കേ. അതുകൊണ്ടാണ് നെപ്പോളിയനെ പോലെയുള്ളവർ പറഞ്ഞത്, ഹിറ്റ്ലറും ഞാനും മുസോളിനിയും ഒക്കെ വാളിന്റെ വായ്ത്തലകൾ കൊണ്ട് ധാരാളം സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് ഞങ്ങളുടേത് കെട്ടിപ്പടുത്തു. പക്ഷേ ഒരു ഗലീലക്കാരനായ തച്ചൻ, ഒരു മുക്കുവൻ, സ്തോത്രം, നിരായുധ രക്തരഹിത വിപ്ലവത്തിലൂടെ ഒരു സ്നേഹ സാമ്രാജ്യം പടുത്തുയർത്തി. അത് ഇത്ര നൂറ്റാണ്ടുകളായും നിലനിൽക്കുന്നു. ആരും അത് ഇടിച്ചു കളഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ വാളിന്റെ വായ്ത്തല കൊണ്ടും രക്തച്ചൊരിച്ചിൽ കൊണ്ടും പടുത്തുയർത്തിയ സാമ്രാജ്യങ്ങൾ ഞങ്ങളുടെ കൺമുൻപിൽ തന്നെ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇതാ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും നിരായുധ രക്തരഹിത വിപ്ലവത്തിലൂടെ, ആയുധമില്ലാത്ത, രക്തച്ചൊരിച്ചിലില്ലാത്ത ഒരു വിപ്ലവത്തിലൂടെ, പ്രൈസ് ഗോഡ്,
നസറായനായ യേശു പടുത്തുയർത്ത സ്നേഹ സാമ്രാജ്യം അതിന്നും നിലനിൽക്കുന്നു. നമുക്കും അഭിമാനമാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. എബ്രായ ലേഖനം നമുക്കറിയാം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത യഹൂദന്മാർക്ക് ഇടർച്ചയായി തീർന്ന ക്രിസ്തുവിനെ വരച്ചു കാട്ടി വിശ്വാസികളായ യഹൂദന്മാരെയും കൂടെ പിന്മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ലേഖകൻ അവരോട് അതിശക്തമായി ദൂതറിയിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നിങ്ങൾക്ക് യുക്തിരഹിതം, പക്ഷേ ദൈവത്തിന് യുക്തം. ക്രൂശിക്കപ്പെട്ട യേശു, കഷ്ടമനുഭവിച്ച മശിഹ നിങ്ങൾക്ക് ഭോഷത്വം, പക്ഷേ ദൈവത്തിന് ഏറ്റവും ഫിറ്റിംഗ് ആയി തോന്നിയത് അങ്ങനെയാ, ഏറ്റവും സ്യൂട്ടബിൾ ആയി തോന്നിയത് അങ്ങനെയാ. ചോദിക്കാതെ ലേഖകൻ അവിശ്വാസികളായ യഹൂദ സമൂഹത്തോട് ചോദിക്കുകയാണ്, സർവജ്ഞാനിയായ അപ്രമാദിത്വമുള്ളവനായ ദൈവത്തിന് ശരിയെന്ന് തോന്നിയത് അല്ല, ഏറ്റവും ശരിയെന്ന് തോന്നിയത് തെറ്റെന്ന് തോന്നാൻ നിങ്ങളാരാ? മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്, ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെന്നും. സ്തോത്രം. സർവജ്ഞാനിയായ ദൈവത്തിന്, അപ്രമാദിത്വമുള്ള ഇന്നറന്റായ തെറ്റിക്കൂടായ്മയുള്ള ദൈവത്തിന്, സ്തോത്രം, അനാദിയിൽ തന്നെ സകലവും തിരിച്ചറിയാൻ കഴിയുന്ന ജ്ഞാനസമ്പൂർണനായ ദൈവത്തിന് യുക്തമെന്ന് തോന്നിയത്, ഏറ്റവും ശരിയെന്ന് തോന്നിയത്, ഇതിനേക്കാൾ ശരി വേറെ ഒന്നില്ല എന്ന് ഉറപ്പായത്, ഹേ മനുഷ്യരെ, തെറ്റെന്ന് നിങ്ങൾക്കെങ്ങനെ പറയാൻ പറ്റും? മനസ്സിലാവുന്നുണ്ടോ? എന്താണെന്ന് ഒന്ന് പറയാമോ? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവന് യുക്തമായിരുന്നു എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതിന്റെ അർത്ഥം പറഞ്ഞത് മനസ്സിലായോ? ആയെങ്കിൽ ഒന്ന് പറയാമോ? മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയാ. യേശുവിനെ അനേക കഷ്ടങ്ങളിൽ കൂടി കടത്തി വിടണം എന്നുള്ളത് പിതാവായ ദൈവത്തിന് ഒരിക്കലും തെറ്റിപ്പോകാത്ത ദൈവത്തിന് യുക്തമാണെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് അത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? സ്തോത്രം. വെരി ഗുഡ്. കാരണം എന്താ? പശ്ചാത്തലം എന്താ? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടത്. അല്ല, അത് ലക്ഷ്യം. ഈ പറഞ്ഞതിന് ദൈവത്തിനിത് യുക്തമായിരുന്നു, നിങ്ങൾക്ക് പിന്നെ യുക്തമല്ലാതിരിക്കാൻ എന്ത് കാരണമെന്ന് ഇങ്ങനെ ചോദിക്കാനുള്ള പശ്ചാത്തലം. ക്രൂശിതനാകുന്ന മശിഹയെ യഹൂദന്മാർക്ക് അംഗീകരിക്കാൻ മനസ്സില്ല. എബ്രായരെ സംബന്ധിച്ച് ക്രൂശിക്കപ്പെട്ട യേശു ഒരിക്കലും അവരുടെ മശിഹയായിരിക്കാൻ സാധ്യതയില്ല. ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട് അവരുടെ ചിന്തയിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന യേശു, ഉത്തരം മുട്ടി അല്ല യേശു നിന്നതെന്ന് നമുക്കറിയാം. പക്ഷെ യഹൂദനെ സംബന്ധിച്ച് യേശു ഇപ്പം പിടിക്കപ്പെട്ടവനായി
വിതൗട്ട് ഡിഫൻസ്, ഉത്തരം മുട്ടി ശിക്ഷിക്കപ്പെട്ടവനായി ഇങ്ങനെ റോമക്കാരുടെ മുമ്പിൽ നിൽക്കുക. മഹാപുരോഹിതന്മാരുടെ ആൾക്കാർ അവനെ അടിച്ചു. ഇഷ്ടം പോലെ യേശുവിനോട് അവർ ചെയ്തു. യഹൂദനും ചെയ്തു, റോമക്കാരും ചെയ്തു. തുപ്പി, വസ്ത്രം ഉരിഞ്ഞെടുത്തു. അയ്യോ, ഉടുവസ്ത്രം ഉരിഞ്ഞെടുക്കുന്നവനോട് അരുതെന്ന് പറയാൻ പ്രാപ്തിയില്ലാതെ നിൽക്കുന്ന ഈ യേശു ഒരിക്കലും മശിഹയാകുവാൻ സാധ്യതയില്ലെന്നാണ് യഹൂദന്റെ ചിന്ത. യഹൂദന്റെ ശത്രുക്കളായ റോമക്കാരുടെ കൈകളാൽ അതിക്രൂരമായ ക്രൂശുമരണം വരിക്കുന്ന ഈ യേശു ഒരിക്കലും മശിഹയാകുവാൻ സാധ്യതയില്ലെന്നാണ് എബ്രായർ ചിന്തിക്കുന്നത്. സ്തോത്രം. എന്നാൽ അവരോടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ പിതാവായ ദൈവത്തിന് ഈ ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നിങ്ങൾക്കത് ഭോഷത്വമാകട്ടെ, നിങ്ങൾക്കതൊരു ഇടർച്ചയാകട്ടെ, പക്ഷേ തെറ്റിക്കൂടാത്ത ദൈവത്തിന് ഏറ്റവും ശരിയെന്ന് തോന്നിയ കാര്യമാണിത്. സ്തോത്രം. പ്രിയരെ, പണ്ട് കാനമച്ചൻ പറഞ്ഞതുപോലെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയിൽ അരിച്ചെടുത്തിട്ട് അരിക്കപ്പെടാതെ മാറ്റിവെക്കപ്പെട്ട സത്യം വിശ്വാസത്തിന്റെ കൈക്കുമ്പിൾ നീട്ടി ഉൾക്കൊള്ളുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഈ ക്രൂശിക്കപ്പെട്ട യേശുവിൽ പ്രശംസിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുന്നു. സ്തോത്രം. അതെ, ദൈവത്തിന് ഇങ്ങനെയാണ് പ്രസാദമായത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ല എങ്കിൽ ഈ ക്രിസ്തുയേശുവിന്റെ ക്രൂശുമരണത്താൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്സിനെ ലക്ഷ്യമാക്കി നമ്മുടെ രക്ഷാനായകന്റെ പ്രത്യക്ഷതയ്ക്കായി വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.